നമസ്കാരം. ടോപ്പ് 10ലേക്ക് സ്വാഗതം. ക്രിസ്മസിന് മുന്നോടിയായി വീശിയടിച്ച ശക്തമായ കാറ്റ് യുകെയുടെ ചില ഭാഗങ്ങളിൽ ചില യാത്രാ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പടിഞ്ഞാറൻ ദ്വീപുകളിലെ സൗത്ത് ഈസ്റ്റിൽ മണിക്കൂറിൽ 82 മൈൽ വേഗതയിൽ കാറ്റ് രേഖപ്പെടുത്തി. വർഷത്തെ യാത്രയിലെ ഏറ്റവും തിരക്കേറിയ വാരാന്ത്യമായിരിക്കും ഇതെന്ന് മോട്ടോർ വാഹന വിദഗ്ധർ പ്രവചിക്കുന്നതിനിടെയാണ് കാലാവസ്ഥ കാരണം യാത്രാ തടസ്സം ഉണ്ടാക്കുന്നത്. ബ്രിട്ടനിലെ മികച്ച റെസ്റ്റോറന്റുകളുടെ കൂട്ടത്തിൽ ലെസ്റ്ററിലെ ഇന്ത്യൻ റെസ്റ്റോറന്റുകളും 2024 ഏറ്റവും മികച്ച 100 ഇന്ത്യൻ റെസ്റ്റോറന്റുകളുടെ കൂട്ടത്തിൽ വാഗൻവേയിലെ മേം സാബും ലണ്ടൻ റോഡിലെ ചെട്ടിനാടും ഉൾപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗുഡ് ഫുഡ് ഗൈഡാണ് ഏറ്റവും മികച്ച റെസ്റ്റോറന്റുകളെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ജർമ്മനിയിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് സൗദി അറേബ്യൻ പൗരൻ കാർ ഇടിച്ചു കയറ്റി ഉണ്ടാക്കിയ അപകടത്തിൽ പരിക്കേറ്റവരിൽ 7 ഇന്ത്യക്കാരും. അപകടത്തിൽ 4 സ്ത്രീകൾ 9 വയസ്സുള്ള ആൺകുട്ടിയും കൊല്ലപ്പെട്ടിരുന്നു. പരിക്കേറ്റവർക്ക് ബെർലിനിലെ മാഗ്ഡെബർഗിലുള്ള ഇന്ത്യൻ എംബസി എല്ലാ സഹായവും ചെയ്തു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ബഹിരാകാശ നടത്തത്തിൽ പുതിയ റെക്കോർഡിട്ട് ചൈനീസ് ബഹിരാകാശ സഞ്ചാരികൾ. 9 മണിക്കൂറിലേറെ നടന്ന് ചൈ സുഷയും സോങ് ലിങ്ഡോങ്ങുമാണ് ചരിത്ര നേട്ടം കാൽവരിച്ചത്. ടിയൻഗോങ് ബഹിരാകാശ നിലയത്തിന് പുറത്ത് ചൊവ്വാഴ്ചയായിരുന്നു നടത്തം. നാസ അയച്ച ബഹിരാകാശ സഞ്ചാരികളായ ജെയിംസ് വോസും സൂസൻ ഹെംസും 2001 നടന്നതിനേക്കാൾ 4 മിനിറ്റെങ്കിലും ഇവർ കൂടുതൽ നടന്നതായാണ് കണക്കാക്കുന്നത്. 43 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം കുവൈറ്റിലെ ലേബർ ക്യാമ്പ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മീന അബ്ദുള്ളയിലുള്ള ഗൾഫ് സ്പിക് കമ്പനിയുടെ തൊഴിലാളി ക്യാമ്പിലാണ് സന്ദർശനം നടത്തിയത്. ഇന്ത്യയിലെ തടവുകാരിൽ 70 പിന്നിട്ടവരെയും മാറാരോഗികളെന്നും ജയിൽ മോചിതരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടപടി ആരംഭിച്ചു. കർണാടകയിൽ ജയിലിൽ കഴിയുന്ന 93-കാരിയുടെ ദുരന്തം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രായമേറിയവരെ മോചിപ്പിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. കേരളത്തിൽ നിന്ന് തിരുനെൽവേലിയിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 2 പേർ കൂടി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി നിതിൻ ജോർജ്, ലോറി ഉടമ ചെല്ലദുരെ എന്നിവരെയാണ് സൂത്തമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിയിൽ സാബുവിന്റെ മരണം സഹകരണ സംഘങ്ങൾ ഗുണ്ടായിസത്തിലേക്ക് പോയതിന്റെ ഒടുവിലത്തെ തെളിവാണെന്ന് PP അൻവർ MLA. സാബുവിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന CPM പൊളിറ്റിക് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ പ്രസ്താവന ക്രൂരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പുതുക്കുളങ്ങരയിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ് 2.5 വയസ്സുകാരൻ മരിച്ചു. ആര്യനാട് പറണ്ടോട് സ്വദേശി വിഷ്ണുവിന്റെയും കരിഷ്മയുടെയും മകൻ ഋത്തിക് ആണ് മരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രധാനമന്ത്രി ഉച്ചതാർ ശിക്ഷ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് 405 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചു. 1.5 കോടി രൂപയുടെ മേരി ക്യൂറി അന്താരാഷ്ട്ര ഫെലോഷിപ്പ് നേടി കാഞ്ഞിരപ്പള്ളി സ്വദേശിനി ആൻ മരിയ ജെയിംസിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചത് വിശ്വപ്രസിദ്ധമായ ഓസ്ട്രിയൻ സർവകലാശാല ഗ്രാസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായ സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, ഇംഗ്ലണ്ടിലെ വലിയ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കാറ്റ് വീശുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബോക്സിംഗ് ഡേ ടെസ്റ്റിന് തൊട്ടു മുൻപ് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി രോഹിത് ശർമ്മയുടെ പരിക്ക്. ശനിയാഴ്ച നെറ്റ്സിൽ പരിശീലിക്കുന്നതിനിടെ ഇന്ത്യൻ ക്യാപ്റ്റന്റെ കാൽമുട്ടിന് പരിക്കേൽക്കുകയായിരുന്നു. ടോപ്പ് 10 അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.